പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പൈനാപ്പിളൊക്കെ പിടിച്ചുകൊണ്ട് എന്തുവാ പരിപാടി എന്നല്ലയോ? ചൂടുകാലമൊക്കെ അല്ലയോ, ജനുവരി കഴിയാറായി, ചൂട് തുടങ്ങാറായി. അപ്പോൾ ചൂടത്ത് ശരീരം തണുപ്പിക്കാൻ കുറച്ച് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള സാധനമാണ് ഫ്രൂട്ട് സലാഡ്. അതിനുവേണ്ടി പൈനാപ്പിൾ, ആപ്പിൾ ഒരെണ്ണം, പിന്നെ പേരയ്ക്കായ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നേന്ത്രപ്പഴം കുറച്ച് പഴുത്തു പോയിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഏത് ഫ്രൂട്ട്സ് വേണേലും എടുക്കാം, പക്ഷേ പുളിയില്ലാത്ത ഫ്രൂട്ട്സ് വേണം എടുക്കാൻ. പൈനാപ്പിളിന് നേരിയ ഒരു പുളിയേ ഉള്ളൂ, ബാക്കി മധുരമാണ്. എന്നാലും ഞാനതിൻ്റെ കുറച്ച് ഭാഗമേ എടുക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് അലങ്കരിക്കാൻ കുറച്ച് നട്ട്സ്, ചെറിപ്പഴം, ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. കസ്റ്റാർഡ് പൗഡർ, അത് വാനിലയുടെ ഫ്ലേവറാണ് എടുത്തിരിക്കുന്നത്. ഒരു പാത്രത്തിലേക്ക് കാച്ചാനുള്ള പാലെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു പാത്രത്തിൽ കുറച്ച് കസ്റ്റാർഡ് പൗഡർ കുറുക്കിയെടുക്കണം. അതിനുവേണ്ടി കുറച്ച് 1 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇത് കട്ട കെട്ടാതെ നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. ചൂടുകാലമല്ലേ, ചൂടുകാലത്ത് നമ്മൾ പച്ചക്കറി, ഫ്രൂട്ട്സൊക്കെ ധാരാളം കഴിക്കണം. കഴിഞ്ഞ വർഷം അതിഭയങ്കര ചൂടായിരുന്നു. ഇപ്രാവശ്യവും ചൂട് കൂടാനാണ് സാധ്യത. അങ്ങനെ ഒരു പാത്രത്തിൽ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ കലക്കി വെച്ച കസ്റ്റാർഡ് പൗഡറും പാലും കൂടെ കലക്കിയത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായി ഇളക്കി കുറുക്കിയെടുക്കണം. ഇത് കട്ട കെട്ടാൻ പാടില്ല, തീ കൂട്ടിയിടാൻ പാടില്ല. എപ്പോഴും തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുറുക്കിയെടുക്കാൻ. ഇതിൻ്റെ കീഴിൽ നിന്ന് മാറാതെ തുടരെ ഇളക്കണം. പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം. കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ പഞ്ചസാര ചേർക്കാം. കുഞ്ഞുങ്ങൾക്ക് കുറച്ചുകൂടി മധുരം വേണം. ഞാനിവിടെ മധുരം ഇച്ചിരി കുറച്ചാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഐസ്ക്രീം ചേർക്കുന്നുണ്ട്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. കട്ട കെട്ടാതെ തുടരെ ഇളക്കി കുറുക്കിയെടുക്കണം. ഒരുപാട് കട്ടിയിലൊന്നും കുറുകി വരത്തില്ല. ഒരു നോർമൽ പരുവമാകുമ്പോഴാണ് കുറുകി വരുന്നത്. കുറുകിയില്ല, ഇങ്ങനെ ഇളക്കൽ തുടരണം. നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ കീഴേ നിന്ന്, സ്റ്റൗവിൻ്റെ കീഴേ നിന്നൊന്നും മാറല്ലേ, അവിടെ നിന്ന് ഇളക്കി ഇളക്കി കൊടുക്കണം. ഇതിനൊരു ലൈറ്റ് യെല്ലോ കളറാണ് കസ്റ്റേർഡ് പൗഡറിന്. അതാണ് പാലിൻ്റെ അകത്ത് ചേർത്തപ്പോൾ ഈ കളറ്. നല്ലവണ്ണം കുറുക്കിയെടുക്കണം. ഇതിവിടെ ആയി വരുന്നുണ്ട്. കുറുകി ഒന്ന് വരുമ്പോഴത്തേക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതൊന്ന് തണുക്കാൻ വെക്കണം. ഫ്രിഡ്ജിലല്ല, പുറത്ത് വെച്ചൊന്ന് തണുപ്പിക്കണം. ഇതിൻ്റെ ചൂടൊന്ന് മാറ്റിയെടുക്കണം. അപ്പോഴത്തേക്ക് ഞാൻ ഫ്രൂട്ട്സ് വൃത്തിയായി കഴുകി കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഏത്തപ്പഴം, പേരയ്ക്ക, ആപ്പിള്, കുറച്ച് പൈനാപ്പിളിൻ്റെ ഭാഗങ്ങൾ എല്ലാം കൂടെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു കുഞ്ഞു സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണുണ്ട്, 2 കുഞ്ഞു സ്പൂണിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം. പഞ്ചസാര ചേർക്കുന്നത് ഫ്രൂട്ട്സ് അരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ കളറ് മാറാതിരിക്കാനാണ് പഞ്ചസാര ചേർക്കുന്നത്. ഹണി ഇഷ്ടമുള്ളവർക്ക് ഹണി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്തതിന് ശേഷം ഇത് ഒന്ന് ഇളക്കിയെടുക്കണം. ഫ്രൂട്ട്സ് അല്ലേ, അരിഞ്ഞു വെച്ച് കഴിയുമ്പം കുറച്ച് നേരം കഴിഞ്ഞാൽ കഴിക്കുന്നതെങ്കിൽ കളറ് മാറും അതിൻ്റെ. അതിനു വേണ്ടിയാണ് കുറച്ച് പഞ്ചസാര, അല്ലെ പഞ്ചസാര പാനി ചേർത്താലും മതി, ഒരു സ്വല്പം. ഇത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. ചൂടാറിയ സാധനം ഫ്രിഡ്ജിൽ വെച്ച് ഞാൻ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്, കസ്റ്റേർഡ്. അതും ഇനി ഈ ഫ്രൂട്ട്സും കൂടെ മിക്സ് ചെയ്തെടുക്കണം. ഓറഞ്ച് പോലെയുള്ള ഫ്രൂട്ട്സൊക്കെ ഒഴിവാക്കണം, കാരണം അതിന് പുളിയുണ്ട്. പാലിൻ്റെ കൂടെ ചേരുമ്പം പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓറഞ്ചൊന്നും ഇതിൽ ഉപയോഗിക്കരുത്. പൂവമ്പഴം ഉള്ളവർക്ക് അത് ചേർക്കാം. പഴുത്ത മാങ്ങ ഉള്ള സീസണിൽ അതൊക്കെ ചേർക്കാം. ഒരുപാട് പുളിയില്ലാത്ത പഴുത്ത മാങ്ങയൊക്കെ, മുന്തിരിങ്ങ ഉണ്ടെങ്കിൽ അത് ചേർക്കാം.
അങ്ങനെ പുളിയില്ലാത്ത പഴങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിലുള്ള ഇത്രയും പഴങ്ങൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അനാറുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാൻ നേരം ആണെങ്കിലും അനാർ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ബൗളിലേക്ക് സെർവ് ചെയ്യാൻ എടുക്കണം. ഇതിൻ്റെ മണ്ടയ്ക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉണക്കമുന്തിരി ഇപ്പോൾ ചേർക്കുന്നില്ല, അലങ്കരിക്കാൻ നേരം കുറച്ച് ചേർക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ബൗളിലേക്ക് കുറച്ച് ഫ്രൂട്ട് സലാഡ് മാറ്റി അതിൻ്റെ മണ്ടയ്ക്കോട്ട് ഒരു സ്പൂൺ ഐസ്ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ലാസാഡ് ഐസ്ക്രീമാണ് ചേർത്തത്, വാനില ഫ്ലേവർ. ഐസ്ക്രീം നിർബന്ധമില്ല. പിന്നെ ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് കുറച്ച് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉണക്കമുന്തിരിങ്ങ, ഒരു ചെറിപ്പഴമൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ബാക്കിയുള്ളത് ഇതുപോലെ സെർവ് ചെയ്യാൻ എടുക്കണം. ഓരോ ബൗളിലേക്ക് സെർവ് ചെയ്യാൻ എടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുവാണ്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്.